കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി 2.5 വർഷം വീതം മുസ്ലിം ലീഗും കോൺഗ്രസും പങ്കിടാൻ ധാരണയായി. ഡോക്ടർ MK മുനീറിന്റെ വസതിയിൽ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് തീരുമാനമായത്. ആദ്യ 2.5 വർഷം കോൺഗ്രസിനായിരിക്കും ഭരണം. ചരിത്രത്തിൽ ആദ്യമായാണ് UDFന് ജില്ലാ പഞ്ചായത്ത് ഭരണം ലഭിക്കുന്നത്. അക്കാര്യത്തിലൊരു തീരുമാനമായിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പദവി എങ്ങനെയാണ് അത് പങ്കിടുക എന്നുള്ള കാര്യത്തിലൊരു ചർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു UDFനുള്ളിൽ. അതിലൊരു വ്യക്തത വന്നിരിക്കുകയാണ്. 2.5 വർഷം മുസ്ലിം ലീഗ് ഭരിക്കും. അധ്യക്ഷ സ്ഥാനത്ത് മുസ്ലിം ലീഗ് ഇരിക്കും, ശേഷം കോൺഗ്രസും ഇരിക്കും എന്നുള്ളതാണ്. അതിൽ ആദ്യ ടേമാണോ രണ്ടാം ടേമാണോ എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. ആദ്യ ടൈം കോൺഗ്രസ് ആകാനാണ് സാധ്യത കൂടുതൽ. രണ്ടാം ടേം ആയിരിക്കും മുസ്ലിം ലീഗ്. പിന്നെ അവിടുത്തെ വോട്ട് ശതമാനത്തിനൊക്കെ അനുസരിച്ചായിരിക്കും ആദ്യ ടൈം രണ്ടാം ടൈം ആരാണെന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ ഒരു വ്യക്തമായ ഒരു കണക്ക് വിവരമൊക്കെ വരിക. ഡോക്ടർ MK മുനീറിൻ്റെ വസതിയിലാണ് ഇതിനെ സംബന്ധിച്ച് ഒരു ചർച്ച നടന്നത്, ഒരു ഉഭയകക്ഷി ചർച്ച നടന്നത്. ആ ഒരു ചർച്ചയിലാണ് ഇതിൽ തീരുമാനമായത്. ഇപ്പോൾ ആദ്യ 2.5 വർഷം കോൺഗ്രസിനായിരിക്കും എന്നുള്ളതാണ് ഭരണം. അതിപ്പോൾ അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. കോൺഗ്രസിനാണ് 2.5 വർഷം, ആദ്യത്തെ ടേം 2.5 വർഷം കോൺഗ്രസിനായിരിക്കും. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച്, കോഴിക്കോടിനെ സംബന്ധിച്ച് ജില്ലാ പഞ്ചായത്തിൽ ആദ്യമായാണ് ജില്ലാ പഞ്ചായത്ത് ഭരണം ലഭിക്കുന്നത്. ഒപ്പം ഈ കോർപ്പറേഷൻ ഭരണത്തെ സംബന്ധിച്ചുമൊക്കെ വലിയ ഒരു ചർച്ചാ പ്രതിസന്ധിയൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. LDFനാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയെങ്കിലും ഒരു കേവല ഭൂരിപക്ഷമൊന്നും എത്താൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവിടെയും ഈ മേയർ സ്ഥാനത്തേക്കൊക്കെ മത്സരിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഒക്കെ പറഞ്ഞത്. ഇതിപ്പോൾ ഈ ആദ്യമായി UDFന് ജില്ലാ പഞ്ചായത്ത് ഭരണം ലഭിക്കുകയാണ് കോഴിക്കോട്. അപ്പോൾ 2.5 വർഷം എന്നുള്ള ആ ഒരു കണക്ക്, അതിലൊരു തീരുമാനമായിട്ടുണ്ട്. 2.5 വർഷം, ആദ്യ 2.5 വർഷം കോൺഗ്രസ് ഭരിക്കും, പിന്നീടുള്ള 2.5 വർഷം മുസ്ലിം ലീഗാണ് ഭരിക്കുക. ഈ ഒരു തീരുമാനമെടുത്തത് MK മുനീറിന്റെ വസതിയിൽ ചേർന്ന ഉഭയകക്ഷി ചർച്ചയിലാണ്.